ഇനി അതിൽ ചാടി രക്ഷപ്പെട്ടാലോ? കഴിഞ്ഞ ആഴ്ച ഞാൻ മീൻ പിടിക്കാൻ പോയി, അതിൻ്റെ മുമ്പത്താഴ്ച ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. ഒന്നും കൂടി ശരിയാകണില്ല. ഞാനിതോടെ ചാടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയാലോ? തെലുങ്ക് സിനിമയിൽ, അല്ലു അർജുൻ്റെ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലു അർജുൻ്റെ കവിളത്ത് ഞാനൊരു അടി കൊടുക്കും. നല്ല രസമായിരിക്കും. വില്ലനാ കൂടുതൽ അടിക്കാൻ പറ്റുക, നായകൻ കൂടുതൽ അടി കൊള്ളും. ഇതൊന്നങ്ങ് ചാടണം. ഈ നദിലിൻ്റെ ഉള്ളിൽ നിന്ന് നടത്തും. ഞാൻ ചാടിയെന്നെ ആരെങ്കിലും കാണുമോ? തിടിക്കോ? ഇടിച്ചാൽ പിന്നെ അല്ലാതിനെന്നെ ഒന്ന് അടിക്കൂ. നല്ല വേദന ഉണ്ടാകും അടി കിട്ടിയാൽ. പിന്നെ എൻ്റെ കാര്യം കോക്ക. നീ എന്താടാ പറഞ്ഞേ? ഞാൻ നിന്നെ അടിക്കുന്നോ? നീ എന്നെ അടിക്കും. ഞാൻ നിന്നെ അടിക്കൊന്നുമില്ല. നിന്നെ നീ എന്താ അവിടെ ഇരിക്കുന്നത്? നീ മതിലും ചാടണ്ട. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. നീ സിനിമയിലൊന്നും അഭിനയിക്കണ്ട. നിന്നെയും കൊണ്ട് ഞാനിപ്പോൾ പോവാണ്. നിന്നെ കൊണ്ട് ഇവിടെ വേറെ പലതും ചെയ്യാനുണ്ട്. നമുക്ക് പോവാം. ടിൻറ്റു എന്താ? ടിൻറ്റു ഒരു 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 ഞാൻ ടിൻറ്റുവാണ്. ഞാനൊന്ന് പറയട്ടെ. നീ പറ. ടിൻറ്റുവിന് മൊത്തത്തിലൊരു മടിയനൻ്റെ ഒരു ഞാൻ പറയട്ടെ, മടിയൻ്റെ ഒരു 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 സ്വഭാവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. മടിയൻ്റെ സ്വഭാവം ഒരു ഇല്ല. ഓക്കെ, സമ്മതിച്ചു. മടിയനുണ്ടെന്ന് സമ്മതിച്ചോ? സമ്മതിക്കില്ല. ടിൻറ്റു ഡ്രൈവിംഗ് പഠിക്കാൻ പോയി, അത് ടിൻറ്റുവിന് ശരിയായില്ല. മീൻ പിടിക്കാൻ പോയി, അപ്പോൾ ടിൻറ്റു മീനെ വളർത്തുന്നു പറഞ്ഞത്, കരയിലിട്ട് മീനെ വളർത്തുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. അതൊക്കെ എന്നോട് പറഞ്ഞു, പക്ഷെ പലരും കേട്ടിട്ടില്ല. എൻ്റെ ചെവിയിലാണ് പറഞ്ഞത്. ടിൻറ്റുവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ടിൻറ്റു കേൾക്കില്ല. ടിൻറ്റുവിനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. ടിൻറ്റു ഒരു അല്ല, ടിൻറ്റു ഒരു മടിയനാണ്. ഞാൻ മടിയനാന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. നിനക്ക് പറ്റിയ ജോലി ഞാൻ തരാം. ഇവിടെ ചെടികളൊക്കെ കണ്ടോ? നമുക്ക് കൃഷി ഇഷ്ടമാണോ? എന്ത് കൃഷി? നെൽകൃഷി. നെൽകൃഷി വേണ്ട. എന്താ നെൽകൃഷി വേണ്ടാത്ത? ഈ നെല്ലൊക്കെ കാലിലൊക്കെ കുത്തിയാലേ ചൊറിയും. ആഹാ, അപ്പൊ ചോറ് തിന്നാൻ ഇഷ്ടാണോ? അരി ഇഷ്ടാണ്. ആഹാ, നെല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടാണ്. ഇഡ്ഡലി ഇഷ്ടാണ്, ഉണ്ണിയൊക്കെ ഇഷ്ടാണ്, ദോശ ഇഷ്ടാണ്, ചോറ് ഇഷ്ടാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാവണത്? നെല്ലിന്ന്. അപ്പൊ നെല്ല് കൃഷി ചെയ്യാൻ ഇഷ്ടമല്ല? അതെ, നെല്ല് കൃഷി ചെയ്ത് ചൊറിയും. നെല്ല് കൃഷി ചെയ്യാ, പിന്നെ ഈ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്? അതാണ് എന്റെ കുഴപ്പം. അപ്പൊ നമുക്ക് അത് മാറിയിട്ട് നമുക്ക് തെങ്ങ് കൃഷി ചെയ്യാം. തെങ്ങ് കൃഷി വേണ്ട. അതെന്താ തെങ്ങ് കൃഷി വേണ്ടാത്ത? എനിക്ക് തെങ്ങ് കയറാൻ പറ്റില്ല. തെങ്ങ് കയറാൻ നമുക്ക് ആളെ വിളിക്കാം. തെങ്ങ് കയറാൻ ആളെ കിട്ടാത്ത കാലം. തെങ്ങ് കയറാൻ ആളെ കിട്ടാത്ത കാലാണ്. പക്ഷെ താങ്കൾ തെങ്ങ് കയറണ്ടല്ലോ. ഈ തെങ്ങ് കയറാൻ യന്ത്രമുണ്ട്. എന്നാലും പറ്റില്ല. അപ്പൊ എന്താ തെങ്ങ് കയറാൻ പറ്റില്ലേ? ഈ തെങ്ങ് കയറാനൊക്കെ ഈ തമിഴന്മാരും ബംഗാളികളൊക്കെയാണ് കയറുന്നത്. ഓക്കെ, ബംഗാളികളും തമിഴന്മാരും ഒന്നും വന്നാൽ എന്താ പറ്റില്ല? ഈ ബംഗാളികളെയും തമിഴന്മാരെയും ഒക്കെ കൂലി കൂടുതൽ. അവർ കൂലി മലയാളികളെക്കാൾ കൂലി കുറവാണ് അവർക്ക്. എന്നാലും അവരെ എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പൊ ഈ തെങ്ങ് കൃഷി ചെയ്യാതെ തെങ്ങിന്റെ നാടായ കേരളം എന്താവും? അതെനിക്ക് വേണ്ട. ടിൻറ്റുവിന് തെങ്ങ് കൃഷി ഇഷ്ടമില്ലെങ്കിൽ ടിൻറ്റുവിന് ചെടികളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് പൂക്കളൊക്കെ ഇഷ്ടമാണ്. ഈ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളിലാണ്. നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി കണ്ടാലോ? ഇവിടെ കാണുന്ന ചെടികള്, ഇവിടെ കാണുന്ന ചെടികൾ, ഈ ഭാഗത്ത് ചെടികളുണ്ട്, അവിടെ മുൻഭാഗത്ത് ചെടികളുണ്ട്. ഒന്ന് പോയി നോക്കാം. പോയി നോക്കിയിട്ട് ഏതൊക്കെ ചെടികളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. മരങ്ങളുണ്ട്, വീടിനകത്ത് വളർത്തുന്ന ചെടികളുണ്ട്, വീടിന് പുറത്ത് വളർത്തുന്ന ചെടികളുണ്ട്, വലിയ മരങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെയാന്ന് നോക്കിക്കാണാം. നോക്കി കണ്ടാൽ ഇഷ്ടമായാലും നമുക്ക് കൃഷി തുടങ്ങണം. എന്നിട്ട് ഈ പൂക്കളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യോ ടിൻറ്റു? എനിക്ക് ഇഷ്ടമായി കൂ വിറ്റ് നടക്കാൻ. ഈ പൂ വിറ്റ് നടക്കാന്ന് ഉദ്ദേശിച്ചത് എന്താ? ഈ കൊട്ടയിലൊക്കെ ഇങ്ങനെ കൂ വീണോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെടി വളർത്തുക എന്നത് ഉദ്ദേശിച്ചത് പൂ വിറ്റ് നടക്കുന്നതല്ല.
ചെടിയിലാണല്ലോ പൂവുണ്ടാവുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെടി വളർത്തുക എന്ന് വെച്ചാൽ ചെടികൾ കുഴിച്ചിട്ട് അതിൽ പൂ വരുന്നത് വരെ അതിനെ പരിപാലിക്കുക, അതൊക്കെ ഇഷ്ടമാണോ ചോദിച്ചത്? അതൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ താങ്കൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? എന്നാലും പക്ഷെ പൂവുണ്ടാവുന്ന ചെടിയില്ല. അപ്പോൾ ചെടിയെ ഇഷ്ടപ്പെടാതെ പൂവുണ്ടാവില്ല. എന്നാ നിങ്ങൾക്ക് നോക്കാം. ഇവിടെ കുറേ ചെടികളുണ്ട്. എനിക്ക് ചെടികളൊക്കെ ഇഷ്ടമായി. നമുക്ക് ഈ ചെടികളൊക്കെ എങ്ങനെയുള്ള ചെടികളാണെന്ന് നോക്കി കാണാം. പോയി നോക്കാം. പോയി നോക്കാം. ടിൻറ്റു, ഇവിടെ മുളയുണ്ട്. എൻ്റെ മുള എനിക്കറിയാം. ഇത് ഡെക്കറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മുളയാണ്, ചെടിയാണ്. ഇടേ ഈ ചെടി വെക്കാനൊരു ഓരോരോ ചെറിയൊരു കുളമുണ്ട്. ചെറിയൊരു കുളമല്ല, അവിടെ ചെടി ഈ ആമ്പലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ട്. അവിടെ എന്തായിരിക്കണേ? കഴുങ്ങ് പോലുണ്ട്. അത് കഴുങ്ങല്ല, അതൊക്കെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പാമാണ്. ഇവിടെ ഒരു മരമുണ്ട്, കാണുന്നുണ്ടോ? ഇത് നോക്കിയിട്ടുണ്ട്, കണ്ടേ? കുരങ്ങൻ്റെ വാൽക്ക് പോലുണ്ട്. കുരങ്ങൻ്റെ വാല് പോലെ ഉണ്ട്. അത് ഇതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുരങ്ങൻ്റെ വാല് പോലെ ഉണ്ട്. അതിൻ്റെ പേരെന്താ അറിയോ? ഫോക്സ്ടെയിൽ പാം. ഫോക്സ്ടെയിൽ പാമാണ്. ഈ ചെടി എനിക്കറിയാം. ഏതാ ചെടി? ഫൈക്കസ്. ഫൈക്കസ് ആണ് ഈ ചെടിയുടെ പ്രത്യേകത. ഇത് റബ്ബർ ടൈപ്പ്, റബ്ബറിനെ പോലുള്ള റബ്ബർ ഫാമിലിയിൽപ്പെട്ട ചെടിയാണ്. അതിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ പാല് വരും. പാല് കുടിക്കാമോ? കുടിക്കുന്ന പാലല്ല, റബ്ബർ പാൽ ആരെങ്കിലും കുടിക്കോ? അവിടെ നല്ല രസമുള്ള ഒരു ചെടിയുണ്ട്. തെങ്ങാണോ ഉദ്ദേശിച്ചത്? തെങ്ങല്ല. ആഹാ, പന പോലെ ഉണ്ടല്ലേ. ഈ വയറൊക്കെ ദീർത്തിരിക്കുന്നു. ടിൻഡുവിന്റെ വയറ് പോലെ. എന്റെ വയറ് പോലെയല്ല. അതെന്താ അറിയോ? ഞാൻ കുറെ കോളേജിന്റെ ഒക്കെ മുൻപിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും ഹോട്ടലുകളുടെയും ഒക്കെ മുമ്പിൽ കണ്ടിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള മരമാണ്. അതെന്താണെന്നറിയോ? റോയൽ പാം. റോയൽ പാം ആണ്. ഇതാ ഇവിടെ ഇരിക്കുന്ന എന്താ സാധനം കണ്ടില്ല? അത് കുളിയാണ്. എന്ത് പുളി? വാളംകുളി. വാളംപുളിയല്ല, കൊടുങ്കുളി. കൊടുമ്പുളിയല്ല. ഏത് പുളിയാ പറ? ചതുരക്കുളി. ഏണിക്കുളി. ഓക്കെ, അപ്പോൾ അറിയാവുന്ന സകല പുളികളും പറഞ്ഞു. ടിൻഡു, ഇത് നോക്കൂ. നല്ല രസമുള്ള കാ. ഞാൻ കടിച്ചാല് അതൊന്നും പഴുത്തിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. കഴിക്കാൻ പറ്റുമോ? കഴിക്കാനൊക്കെ പറ്റും. അത് വളരെ പ്രശസ്തമായൊരു പഴമാണ്. എന്താ അറിയോ? എനിക്കറിയില്ല. അത് അത്തിപ്പഴമാണ്. അത്തിപ്പഴം നല്ല രസമുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ ഭംഗിയില്ലേ കാണാൻ. പക്ഷേ ഒരു പ്രശ്നം എന്താ അറിയോ? അതൊന്ന് കഴുത്ത് കാണാനാണ്. അതാണ്, പഴുത്ത് കാണാൻ കഷ്ടപ്പാടാണ്. നമ്മുടെ ഇവിടെ അത് പഴുത്തൊന്നും വരില്ല. എനിക്ക് ഇഷ്ടമാണ്. അത്തിപ്പഴം നമുക്ക് പുറത്തുനിന്ന് വരുത്തിയിട്ട് തേനിലിട്ട് കഴിക്കാം. നല്ല രസമായിരിക്കും. നല്ല രസമായിരിക്കും. സ്വീറ്റ് ആയിരിക്കും. സ്വീറ്റ് ആയിരിക്കും. ഒരു ശല്യം, എവിടെ ചെന്നാലും ഈ ചെടികളൊക്കെ ഇങ്ങനെ എൻ്റെ നേല് തട്ടുന്നുണ്ട്. മടിയന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഈ ചെടികളെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കണ്ടേ? പഠിക്കണം. പക്ഷെ എനിക്കിഷ്ടല്ല. ആ തെലുങ്ക് സിനിമയിലെ ഓഫറില്ലേ? തെലുങ്ക് സിനിമ പല സ്ഥലത്തും ഓഫർ കിട്ടും. ആ ഓഫർ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ വഴിക്ക് നീങ്ങിയാലോന്ന്. ആ വഴിക്ക് നീങ്ങണോ നീങ്ങണ്ടേന്ന് നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം. നമുക്ക് കൂട്ടുകാരോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞേ. അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ. കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറയുന്ന റേഡിയോയുടെയും ടെലിവിഷന്റെയും വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: